വന്ദേ നന്ദൗരജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. ഗോപീചരണാരവിന്ദപരമാണവേ നമഃ. ശ്രീ രാധികായൈ നമഃ. രാധാരാസേശ്വരി രാസവാസിനി രസികേശ്വരി കൃഷ്ണപ്രാണാധിക കൃഷ്ണപ്രിയാ ച കൃഷ്ണരൂപിണി കൃഷ്ണവാമാംഗസംഭൂത പരമാനന്ദരൂപിണി കൃഷ്ണ വൃന്ദാവനി വൃന്ദാവന വിനോദിനി ചന്ദ്രാവതി ചന്ദ്രകാന്ത ശരച്ചന്ദ്രനിഭാനന. ഓം ശ്രീരാധികായൈ നമഃ. ഓം ശ്രീരാധികായൈ നമഃ. ഓം ശ്രീരാധികായൈ നമഃ. രാധേശ്യാം. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ നിമി നവയോഗി സംവാദത്തിൽ നിമി മഹാരാജാവ് പറയുന്ന ഒരു വാക്യമുണ്ട്. സത്സംഗ ശേവധിർനൃണാം. മനുഷ്യർക്ക് ധനമായിട്ടുള്ളത് എന്ത് എന്ന് ചോദിച്ചാൽ അത് സത്സംഗമാണ്. അത് മറ്റ് സംഘങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മാറ്റി ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളിലേക്ക് എത്തിക്കുന്നു. ആ ഒരു സത്സംഗമാണ് ഇന്ന് ഇപ്പോൾ എനിക്ക് വീണ് കിട്ടിയത്. കാരണം എൻ്റെ പ്രഭാഷണം നാളെയാണ്. ഇന്നിപ്പോൾ എല്ലാവരെയും ഒന്നതാ കാണാൻ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ കഥകളെ പാടാൻ ഗുരുവായൂരപ്പൻ പറഞ്ഞു, എന്നാ കയറിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് പറയേണ്ടത് എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്കറിയുന്ന ചിലതൊക്കെ പറയാം. ശ്രീമദ് ഭാഗവതം എന്ന ശാസ്ത്രം, അതാണ് മാഹാത്മ്യത്തിൽ പറയുന്നത്. ശ്രീമദ് ഭാഗവതം ശാസ്ത്രമാണ്. അപ്പോൾ അതെന്താണ് ശാസ്ത്രം? നമ്മൾ ശാസിക്കുന്നതാണ്, അനുശാസിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഒരു ജീവനശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. അല്ലാതെ ഭാഗവതം കേട്ട് കളയാം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഒരു ചെവിയിലൂടെ കേൾക്കുക, മറ്റൊന്നിലൂടെ കളയുക. അതാണോ ഭാഗവതം എന്ന് ചോദിച്ചാൽ അല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സമഗ്രമായിരിക്കുന്ന മാറ്റം, ഒരു പരിവർത്തനം ശ്രീമദ് ഭാഗവത ശ്രവണത്തിലൂടെ, മനനത്തിലൂടെ ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് നാം ആദ്യം ഉറപ്പിക്കേണ്ടത്. ഭാഗവതം കേൾക്കാൻ പോകുന്നു എന്നുറപ്പിച്ചാൽ, ഒരു ഭാഗവത സപ്താഹം കേട്ടു, അടുത്ത ഭാഗവത സപ്താഹം കേൾക്കുന്നതിന് മുമ്പ് നാം ഒന്ന് സ്വയം ചിന്തിക്കണം. എന്നിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? കഴിഞ്ഞ ഭാഗവതം കേട്ട് അതിൽ നിന്നും എന്തൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് പകർത്താൻ എനിക്ക് സാധിച്ചു? ഒരു കാര്യം, ഭാഗവതത്തിൻ്റെ ഒരു ഉപദേശം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചുവോ? അതാണ് വിജയം. അല്ലാതെ കുറേ നമ്മൾ കേട്ടത് പാത്രം പോരെ എന്ന് ചോദിച്ചാൽ പോരാന്ന് ഞാൻ പറയില്ല. ഭാഗവതം കേട്ടാൽ പുണ്യമാണ്, സംശയമൊന്നുമില്ല. കാരണം ഗുരുവായൂരപ്പനാണ്, പ്രത്യക്ഷ കൃഷ്ണയേവഹി. പക്ഷേ ആ ഗുരുവായൂരപ്പൻ നമുക്ക് പറഞ്ഞു തരുന്നത്, ശ്രീമദ് ഭാഗവതം കൃഷ്ണനാണെങ്കിൽ ആ കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം. ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഭാഗവതത്തെ കൃഷ്ണനായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഭാഗവതത്തിലെ ഉപദേശങ്ങൾ ഭഗവാന്റെ ഉപദേശങ്ങളാണ്. ഗുരുവായൂരപ്പൻ നമുക്ക് നേരിട്ട് പറഞ്ഞു തരികയാണ്,
അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമഗ്രമായിരിക്കുന്ന പരിവർത്തനമാണ് ശ്രീമദ് ഭാഗവതത്തിലൂടെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇതാണ് ചിന്തിക്കേണ്ടത്. കാരണം വേദത്തിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ വേദാർത്ഥത്തെ വേണ്ടതുപോലെ അതിൻ്റെ തത്വങ്ങളെ ഉരുത്തിരിച്ചെടുക്കാൻ വലിയ വിഷമമാണ് നമുക്ക് ഇന്നത്തെ കാലത്ത്. നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ മൂലമെന്ന് പറയുന്നത് വേദമാണ് എന്ന് സ്മൃതിഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വേദത്തിൻ്റെ അർത്ഥത്തെ നമുക്ക് എങ്ങനെയാണ് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ചോദിച്ചാൽ, അതിനുവേണ്ടിയാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും നമുക്ക് ഋഷീശ്വരന്മാർ തന്നിരിക്കുന്നത്. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേത് എന്നാണ് പറയുക. അപ്പോൾ ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളിലൂടെയും ഒക്കെ ആ വേദാർത്ഥത്തെ നമ്മൾ സാധാരണക്കാർക്ക് എത്തിച്ചു തരുന്നു ഋഷീശ്വരന്മാർ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുഴുവനായും അത് വേദാർത്ഥ ദ്യോതകമാണ്, വേദാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. അതിലാദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ശ്രീമദ് ഭാഗവത എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ചിന്ത മാത്രം. നാരദഭക്തി സൂത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നാരദഭക്തി സൂത്രം എന്ന് പറയുന്നത് 85 സൂത്രങ്ങളാണ്. സൂത്രം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അക്ഷരങ്ങളെ കൊണ്ട്, കുറച്ച് അക്ഷരങ്ങളെ കൊണ്ട് എഴുതപ്പെട്ട വലിയ കാര്യങ്ങളാണ് സൂത്രങ്ങൾ. അല്പാക്ഷരം, അസന്ദിഗ്ധം എന്നൊക്കെ പറയും. അല്പാക്ഷരമായിരിക്കും, അത് കേട്ടാൽ സംശയമുണ്ടാവില്ല, എല്ലാം അതിലടങ്ങിയിരിക്കും. ഇതൊക്കെയാണ് സൂത്രലക്ഷണം. അപ്പോൾ നാരദ മഹർഷി 85 സൂത്രങ്ങളെ കൊണ്ട് എന്താണ് ഭക്തി, ഭക്തി നേടാനുള്ള ഉപായം എന്താണ്, ഭക്തിയുടെ ലക്ഷണം എന്താണ്, ഒരു ഭക്തൻ ചെയ്യേണ്ടത് എന്താണ്, ഒരു ഭക്തൻ ചെയ്യാൻ പാടില്ലാത്തതെന്താണ്, ഭക്തി നേടിയാൽ എന്താ ഫലം, ഇങ്ങനെ 6 കാര്യങ്ങളാണ് നാരദഭക്തി സൂത്രത്തിൽ പറഞ്ഞു തരുന്നത്. ഈ 6 എണ്ണവും ശ്രീമദ് ഭാഗവതത്തിലൂടെ നമുക്ക് പോയാൽ കാണാൻ സാധിക്കും. അതായത് നാരദഭക്തി സൂത്രത്തിൻ്റെ വിസ്തരിച്ചൊരു വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നു ശ്രീമദ് ഭാഗവതം. അതാണ് ഭാഗവതത്തിന് ഇന്ന് ഇത്ര പ്രസക്തി. നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിൽ പത്മപുരാണത്തിൽ പറയുന്നു, പിശാചിൻ്റെ അവസ്ഥയാണിന്ന് നമുക്ക്. അല്ലെ, പിശാചല്ലേ നമ്മുടെ മനസ്സിന്ന്. നമ്മൾ ടി വിയിൽ കാണുന്നു രാക്ഷസന്മാരെ അല്ലെങ്കിൽ അസുരന്മാരെ കൊമ്പ്, അതുപോലെ നാക്ക് നീട്ടിയിട്ടാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. അതെ, ആണ്. നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കൊമ്പ് മുളയ്ക്കുന്നു. കാരണം എന്താ കാരണം? അവരെ ദ്രോഹിക്കാനുള്ള കൊമ്പ് മുളച്ചും വരും. മറ്റുള്ളവരെക്കുറിച്ച് ദോഷം പറയാനാവുമ്പോൾ നമ്മുടെ നാക്ക് നീണ്ടുവരും പുറത്തേക്ക്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പൈശാചികമായിരിക്കുന്ന ഒരു ജീവിതമാണ്. ദുന്ധുകാരിയുടെ അവസ്ഥയാണ് ഇപ്പം നമുക്ക് അവസാനം കിട്ടാൻ പോകുന്നത്. ആ പിശാചാവസ്ഥ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വൈരികൾ, കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവും നമ്മളെ പിടിച്ചു വലയ്ക്കുകയാണെന്ന്. അപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് ചോദിച്ചാൽ, അവിടെയാണ് ഭാഗവതത്തിൻ്റെ പ്രസക്തി. ദുന്ധുകാരിയുടെ പ്രേതത്തിൻ്റെ കഥയൊക്കെ നമ്മൾ കേൾക്കും ശ്രീമദ് ഭാഗവതത്തിൽ. ഇത് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ അല്ലേ ചിന്തിച്ചു നോക്കൂ. കാരണം ദുന്ധുകാരിയുടെ പ്രേതം ഭാഗവത ശ്രവണത്തിനായിട്ട് പ്രവേശിച്ചത് 7 മുട്ടുള്ള മുളയാണ്. മുട്ടെന്ന് പറഞ്ഞാൽ 7 ഭാഗം ഇങ്ങനെ കാണാതില്ല, മുളയാണത്. ഈ 7 എന്ത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അതിന് പ്രസക്തി ഉണ്ടോ? 7-ന് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ
6 ആധാരചക്രങ്ങളും സഹസ്രാര പത്മവുമുണ്ട് ഏഴാമത്തേതായിട്ട്. ശ്രീമദ് ഭാഗവതം കേൾക്കുന്നതോടുകൂടി ഓരോ ദിവസം ഓരോ ഭാഗങ്ങൾ മാറി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മൂലാധാരത്തിലുള്ള ചൈതന്യത്തെ സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ വഴി സഹസ്രാരപത്മത്തിലൂടെ പുറത്തേക്ക് വിടാനുള്ളൊരു മാർഗമാണ് ശ്രീമദ് ഭാഗവതം എന്നാണ് ദുന്ധുകാരിയുടെ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതാണ് പിശാചിൻ്റെ അവസ്ഥയിൽ നിന്നുള്ള മോചനം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പിശാച അവസ്ഥയെ എങ്ങനെ നീക്കാമെന്ന് ചോദിച്ചാൽ ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ സ്കന്ധത്തെയും മനനം ചെയ്യുക, കേൾക്കുക, മനനം ചെയ്യുക. കാരണം മനനം ചെയ്യുമ്പോൾ മാത്രമേ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ എന്നാണ് ഉപനിഷത്ത് പറഞ്ഞു തരിക. അപ്പോൾ നാം കേട്ട തത്വങ്ങളെ മനനം ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്ന് നാം ചിന്തിക്കുമ്പോഴാണ് ഇതൊരു ജീവനശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം എന്ന് മനസ്സിലാവുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആസുരികമായ ഭാവത്തെ, നമ്മുടെ ഉള്ളിലുള്ള ആ പൈശാചികമായ ഭാവത്തെ ഇല്ലാതാക്കാൻ ഭാഗവത ശ്രവണത്തിന് കഴിയും. മാത്രമല്ല ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് നേരത്തെ പറയുണ്ടായി പ്രത്യക്ഷ കൃഷ്ണയേവഹി. പ്രത്യക്ഷ കൃഷ്ണനാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ നാം ഭാഗവതത്തെ ഉപാസിക്കുന്നത് കൃഷ്ണോപാസന. അതിൻ്റെയും പ്രത്യേകതയുണ്ട്. ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ സ്കന്ധവും ഗുരുവായൂരപ്പൻ്റെ അവയവങ്ങളാണ്. പാദൗതു പ്രഥമസ്കന്ധഃ ദ്വിതീയോ ജാനുനീ സ്മൃതഃ തൃതീയ സക്തിനീജ്ഞേയഃ ചതുർത്ഥ കടിരുച്യതേ എന്ന് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ സ്കന്ധവും എന്താണ്? പാദൗതു പ്രഥമസ്കന്ധഃ, ഗുരുവായൂരപ്പൻ്റെ കാലുകളാണ്, ആ കാലിൻ്റെ അടിഭാഗമാണ് ഒന്നാമത്തെ സ്കന്ധം, പാദതലം. ദ്വിതീയ ജാനുനി, രണ്ടാമത്തെ സ്കന്ധം എന്ന് പറയുന്നത് ഭഗവാന്റെ കാൽ മുട്ടുകളാണ്. മൂന്നാമത്തെ സ്കന്ധം എന്ന് പറയുന്നത് ഭഗവാന്റെ തുടയാണ്. നാലാമത്തേത് ഭഗവാന്റെ അരക്കെട്ടാണ്. ഇങ്ങനെ പറഞ്ഞ് 12ാമത്തെ സ്കന്ധം ഭഗവാന്റെ ആ ശിരസ്സിലെ സഹസ്രാര പത്മമാണ് എന്ന് പറഞ്ഞു തരണം. ദശമസ്കന്ധം ഭഗവാന്റെ മുഖം. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കൂ, ശ്രീമദ് ഭാഗവതം സപ്താഹമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്? പാദാദികേശോപാസന. ഗുരുവായൂരപ്പൻ്റെ പാദാദികേശത്തെ ഉപാസിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? ഭാഗവതം കേൾക്കുക. അതാണ് ഭാഗവതത്തിൻ്റെ മഹത്വം. ശ്രീമന്നാരായണീയത്തിൽ കേശാദിപാദ ഉപാസനയാണ്. വളരെ ശ്രദ്ധിക്കണത്. ശ്രീമന്നാരായണനിൽ കേശാദിപാദമാണെങ്കിൽ ഭാഗവതത്തിൽ പാദാദികേശമാണ്. അതുകൊണ്ടാണ് കാപിലത്തിൽ സഞ്ചിന്തയേത് ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ് എന്ന് തുടങ്ങി പറഞ്ഞു കൊടുത്തത് അമ്മയ്ക്ക്. സഞ്ചിന്തയേത് ഭഗവതശ്ചരണാരവിന്ദം എന്ന പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഭാഗവതത്തിൻ്റെ ഉപാസന എന്ന് പറയുന്നത് ഭഗവാന്റെ പാദാദികേശ ഉപാസനയാണ്. ആ ഒരു ഉപാസനയാണ് നമ്മളൊക്കെ നിർവഹിക്കുന്നത് ഇന്ന് ശ്രീമദ് ഭാഗവതത്തിലൂടെ. അപ്പോൾ ആ ഉപാസനയിലൂടെ, ഉപാസന എന്ന് പറയുന്നത് ഭഗവാന്റെ അടുത്തിരിക്കൽ തന്നെയാണ്. സംസ്കൃതത്തിൽ പറഞ്ഞ ഉപപൂർവകമായ ആസധാതു എന്ന് സംസ്കൃതത്തിൽ പറയും സംസ്കൃതക്കാർ. അതായത് അടുത്തിരിക്കുക. എവിടെയാണ് അടുത്തിരിക്കേണ്ടത്? നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്തിരിക്കുക. ഗുരുവായൂരപ്പൻ്റെ അടുത്തിരുന്ന് നമ്മുടെ ഉള്ളിലുള്ള ആസുരികമായ ഭാവങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കുക. അതിനുവേണ്ടിയാണ് ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യം തന്നെ ശൗനകാദ് ഋഷീശ്വരന്മാർ ചോദിച്ചത് കലികാലത്ത് വല്ല രക്ഷയുണ്ടോന്നാ. അപ്പോഴാ പറഞ്ഞതുണ്ട് ശ്രീമദ് ഭാഗവതം. അപ്പോൾ അതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ നന്മ, ചിത്തശുദ്ധിയാണ് പറയുന്നത്. മനഃശുദ്ധിയൈ ന വിദ്യത്തെ എന്ന് ഭാഗവത മാഹാത്മ്യം. അപ്പോൾ നമ്മുടെ മനസ്സല്ലേ നന്നാവേണ്ടത്. നമ്മളിന്ന് പാടാറുണ്ട്
മനസ്സ് നന്നാവട്ടെ മതമേതെങ്കിലും ആകട്ടെ എന്നൊക്കെ നമ്മൾ പാടും. പക്ഷേ ഇന്നും നമ്മുടെ മനസ്സ് കംസന്റെ കാരാഗൃഹത്തിൻ്റെ ഉള്ളിലല്ലേ? ആലോചിച്ചു നോക്കൂ. ആ കംസന്റെ കാരാഗൃഹത്തിൽപ്പെട്ട് നമ്മുടെ മനസ്സ് പല ചിന്തകളിലും പെട്ട് എന്താ വേണ്ടതെന്നറിയാതെ മറ്റുള്ളവരെ ദ്രോഹിക്കാനും മറ്റുള്ളവരെ ദ്വേഷിക്കാനുമായിട്ടുള്ളൊരവസ്ഥയിൽ നിന്നും മോചനം നേടണമെങ്കിൽ അവിടെ കൃഷ്ണാവതാരം വേണം. ആ കംസന്റെ കാരാഗൃഹത്തിലെ ഇരുട്ടിലേക്കാണ് പൊന്നു ഗുരുവായൂരപ്പൻ അവതരിച്ചത്. അതുപോലെ നമ്മുടെ ഉള്ളിലും എപ്പോഴാണോ ഭഗവാൻ അവതരിക്കുന്നത് അന്ന് നമ്മുടെ ഉള്ളിൽ പ്രകാശമാനമാകുന്നു. നമുക്ക് നമ്മുടെ മതിൽക്കെട്ടുകളെല്ലാം തകർത്ത് എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുന്നു. എല്ലാവരും ഒന്നാണെന്ന് തോന്നുന്നു നമുക്ക്. ONV കുറുപ്പ് പറഞ്ഞ പോലെ മതിലുകളെല്ലാം ഇടിഞ്ഞ് മനസ്സിൻ്റെ അതിരുകൾ ആകാശമാകുമെന്നും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആ മനസ്സിൻ്റെ അതിരുകൾ തട്ടിത്തകർത്തുകൊണ്ട് നമ്മുടെ മനസ്സ് വിശാലമാകുമ്പോഴാണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. എല്ലാവരും എൻ്റേതെന്ന ബോധം നമുക്ക് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ മതിലുകൾ ചെങ്ങലകൾ തട്ടിത്തകർക്കണം. അതിനാണ് ശ്രീകൃഷ്ണാവതാരം ഭാഗവതത്തിൽ പറഞ്ഞത്. കംസന്റെ കാരാഗൃഹത്തെ സൂചിപ്പിച്ചത് ആ രാത്രിയിൽ അർദ്ധരാത്രിയിൽ നിശീഥേ തമോദ്ഭൂതേ ജായമാനേ ജനാർദ്ദനെ എന്ന് വ്യാസമഹർഷി പാടിയത് അതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിലൊക്കെ വരട്ടെ ആ പ്രകാശം ഗുരുവായൂരപ്പൻ്റെ. അപ്പോഴാണ് നമുക്ക് ആനന്ദിക്കാൻ സാധിക്കുന്നത്. അല്ലാതെ നമ്മുടെ മനസ്സിനെ ഇടുങ്ങി കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കാരെയും ഉൾക്കൊള്ളാൻ പറ്റില്ല. പണ്ട് ഒരാൾ ഒരു ഉത്സവത്തിന് പോയി അത്രേ. അങ്ങനെ പോയ സമയത്ത് കടയിൽ മനോഹരമായൊരു ഗണപതി വിഗ്രഹത്തെ കണ്ടു. ആ ഗണപതി വിഗ്രഹത്തിന് വില ചോദിച്ചു, വില പറഞ്ഞു. വില പേശാൻ നിന്നില്ല, വാങ്ങിക്കൊണ്ടുവന്നു. അയാളുടെ ബോക്സിൽ വെച്ചു, പെട്ടിയിൽ വെച്ചപ്പോൾ ആ ഗണപതി വിഗ്രഹം അവൻ്റെ പെട്ടിയിൽ കൊള്ളുന്നില്ല. കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ബോക്സിൽ ഗണപതി വിഗ്രഹം കൊള്ളുന്നില്ല, അതുകൊണ്ട് ചെറിയൊരു ഗണപതി വിഗ്രഹം തരൂ എൻ്റെ ബോക്സിൽ കൊള്ളിക്കാൻ. അതല്ലേ നമ്മളിന്ന് ചെയ്യുന്നത്? ആ ഗുരുവായൂരപ്പനെ മുഴുവനായും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അംഗഭംഗം ചെയ്തുകൊണ്ടാണ് നമ്മളിന്ന് പ്രവേശിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളു വിശാലമാക്കുന്നില്ല. നമ്മുടെ ഇടുങ്ങിയ ഉള്ളിലേക്കാണ് ഗുരുവായൂരപ്പനെ പ്രവേശിപ്പിക്കാൻ നമ്മൾ നോക്കുന്നത്. അതല്ല വേണ്ടത്. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ പല സ്ഥലത്ത് പറയും, ദയാം കുരുത സൗഹൃദം. ദയയെ ചെയ്യുക, സൗഹൃദത്തെ ചെയ്യുക. നാളെ വർണ്ണാശ്രമധർമ്മം പറയാനുണ്ട് എനിക്ക്, ആ സമയത്ത് ബാക്കി പറയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട കർമ്മങ്ങൾ അത് ഒരു ചെറിയ സമൂഹത്തെ ഉദ്ദേശിച്ചു കൊണ്ടല്ല വേണ്ടത്. ഒരു വിശാലമായ സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. ഈ വിശാലമായ സമൂഹത്തെ നോക്കിക്കൊണ്ടാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്, എല്ലാവരെയും സ്നേഹിക്കുക, ആരെയും വെറുക്കരുത്. ഈ ഉദ്ഘോഷം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? പിന്നെന്താ വേണ്ടത്? സുന്ദരായില്ലേ, സ്വർഗമായില്ലേ നമ്മുടെ ലോകം? അപ്പോൾ ഈ കലികാലത്ത് നമ്മുടെ മനസ്സിനെ വിശാലമാക്കാൻ വേണ്ടി ഇതാ ശ്രീമദ് ഭാഗവതം നമുക്ക് ഉപദേശങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ആ ഭക്തിയെ നേടാൻ സാധിച്ചാൽ, അപ്പോഴാണ് എന്താ ഭക്തി എന്നുള്ള ചോദ്യം വന്നത്. നാരദ മഹർഷി കണ്ട ഭക്തിയും ഇന്നുള്ള ഭക്തിയും രണ്ടാണെന്ന് ശ്രീമദ് ഭാഗവതം പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ഓർമ്മയ്ക്കുണ്ടാവും. ഞാൻ ഭാഗവതത്തിൽ നിന്ന് മുഴുവനായി ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുകയാണ്. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നോക്കാം. ഇന്നത്തെ ഭക്തി എന്ത്? നാം അമ്പലത്തിൽ പോവാറുണ്ട്. പോയാൽ പ്രാർത്ഥിക്കുന്നത് എന്തൊക്കെ? എൻ്റെ കുട്ടി SLC പാസ്സാവണം, എൻ്റെ കുട്ടി സംസ്ഥാന യുവജനോത്സവത്തിന് ഡാൻസിന് പോവുന്നുണ്ട്, അപ്പുറത്തെ ജില്ലയിലെ കുട്ടി എൻ്റെ കുട്ടിയേക്കാൾ നന്നായി ഡാൻസ് കളിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ കുട്ടിയുടെ കാലിൽ ഡാൻസിൻ്റെ തലേ ദിവസം ആണി കയറണേ ഭഗവാനെ, എന്നാൽ ഞാൻ ഒരു പായസം കഴിച്ചേക്കാം. ഇതാണ് നമ്മുടെ മനസ്സിന്ന്. അതായത് നമ്മുടെ മനസ്സിന് സകാമമായിരിക്കുന്ന ഭക്തിയിലേക്ക് പോയിരിക്കുമെന്ന് ശ്രീമദ് ഭാഗവതം പറഞ്ഞിരുന്നു. ഈ സകാമമായ ഭക്തിയല്ല നാരദ മഹർഷി കണ്ടത്. അതുകൊണ്ടാണ് നാരദ മഹർഷിക്ക് ഭക്തിയെ കണ്ട് മനസ്സിലാവാഞ്ഞത്. വൃന്ദാവനത്തിൽ ആ ഭക്തി ദേവി തൻ്റെ മക്കളോടുകൂടി ഇരുന്ന് കരയണ സമയത്ത് രണ്ട് മക്കൾ കിടന്നുറങ്ങുക, അജ്ഞാനവും വൈരാഗ്യവും.
ആ സമയത്താണ് ഭക്തിയോട് ചോദിക്കുന്നത്, നീ ആരാ സുന്ദരി? അപ്പോഴാണ് ഭക്തി പറയുന്നത്, അഹം ഭക്തിരിതിഖ്യാത എന്ന് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ആദ്യം പറഞ്ഞു നാരദ ഭക്തി സൂത്രം, 85 സൂത്രങ്ങളെ കൊണ്ട് ഭക്തി എന്താണെന്ന് പറഞ്ഞ നാരദ മഹർഷിക്ക് കലികാലത്ത് ഭക്തി ദേവിയെ കണ്ട് മനസ്സിലായില്ല. എന്തേ കാരണം? നാരദരെ കണ്ട ഭക്തി സാത്വസ്മിൻ പരമപ്രേമരൂപ. നാരദ ഭക്തി സൂത്രത്തിൽ 2ാമത്തെ സൂത്രമാണത്. ഗുരുവായൂരപ്പനോടുള്ള പരമമായിരിക്കുന്ന പ്രേമഭാവം. നേരത്തെ ഇവിടെ വിശ്വനാഥ സാറ് പറഞ്ഞു അഹൈതുകിയായ ഭക്തി. ഒന്നും ചിന്തിക്കണ്ട, ഗുരുവായൂരപ്പനോട് അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി എന്തേ പ്രാർത്ഥിക്കണ്ടോ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു. വേറൊന്നും വേണ്ട. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഈശ്വര, ഈ ലോകത്ത് ഒരാൾക്കും ദുഃഖം ഉണ്ടാവല്ലേ. അതിൽ നമ്മളും പെട്ടു. അപ്പോൾ ഈയൊരു പ്രാർത്ഥന നമുക്ക് സാധിക്കുമോ എന്നാണ്. രന്തിദേവന് സാധിച്ചു. നവമസ്കന്ധത്തിൽ രന്തിദേവനെ നമുക്ക് കാണാൻ പറ്റും. ആ രന്തിദേവൻ അവസാനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിശന്ന് കിട്ടിയത് മുഴുവൻ ദാനം ചെയ്ത് അവസാനം കുറച്ച് വെള്ളം മാത്രം കുടിക്കാൻ പോകുമ്പോഴാണ് ഒരു താഴ്ന്ന ജാതിക്കാരെന്ന് പറയുന്ന ഒരാൾ വന്നത്. ഇന്ന് താഴ്ന്ന ജാതി ഉന്നത ജാതി പക്ഷേ ഒരു കൺസെപ്റ്റാണത്. എന്നിട്ട് പറഞ്ഞു, ദാഹിച്ചിട്ട് വയ്യ രന്തിദേവ എന്ന് പറഞ്ഞപ്പോൾ ആ വെള്ളം കൂടി നീട്ടിയിട്ട് പറഞ്ഞതെന്താ അറിയോ? ഭഗവാനെ, ഈ ലോകത്തുള്ള എല്ലാവരുടെയും ദുഃഖം എനിക്ക് തരൂ. ഞാൻ അവരുടെയൊക്കെ ദുഃഖം അനുഭവിക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ ലോകത്തുള്ള എല്ലാവരും സുഖമായിരിക്കണം. ഈ ലോകത്തെ ആർക്കും ദുഃഖമുണ്ടാവാൻ പാടില്ല. ഞാൻ ദുഃഖിച്ചാലും സാരമില്ല. ഇങ്ങനൊരു രന്തിദേവനെ കാട്ടിത്തരുന്നു ശ്രീമദ് ഭാഗവതം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട വഴി. അതായത് എല്ലാം ഒന്നാണ് എന്ന് എത്രയെത്ര പ്രാവശ്യമാണ് ഭാഗവതം മുഴുവനായിട്ടും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഭക്തിയുടെ മഹത്വം, പ്രേമത്തിൻ്റെ മഹത്വം, അതുപോലെ നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അത് നാളെ പറയാം. നമ്മുടെ 30 ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നാളെ വിസ്തരിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ സാധിക്കുമോ? നമുക്കെല്ലാവരും ഉൾക്കൊള്ളാൻ സാധിക്കുമോ? എന്നാൽ ശ്രീമദ് ഭാഗവതം കേട്ടതിൻ്റെ ഫലമായി മറ്റൊരാൾക്ക് ദുഃഖം വരുമ്പോൾ അതെൻ്റെ ദുഃഖമാണെന്ന് കാണാൻ സാധിക്കുമോ? നമുക്ക് സാധിക്കണം. ഒരാളുടെ വയറിൻ്റെ വിശപ്പ് എൻ്റെ വിശപ്പാണെന്ന് കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മനസ്സിൻ്റെ നന്മ. ഈ ഒരു നന്മയിലേക്ക് ഉയരാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരെയും സഹായിക്കാൻ നമുക്ക് വെളിച്ചം തരുന്നു ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണ് ആ ഭക്തിയിലൂടെയുള്ള യാത്ര. പരമപ്രേമമാണ് ഭഗവാനുള്ളത്, ഭക്തി. അതാണ് നാരദ മഹർഷി കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള പരമപ്രേമത്തിൽ നിന്നും ഇന്ന് മനുഷ്യ സമൂഹം എവിടെ എത്തി എന്ന് ആലോചിച്ച് നോക്കൂ. സകാമ ഭക്തിയിൽ അമ്പലത്തിൽ പോയാൽ ഭഗവാനെ കാണാൻ സമയമില്ല, നമുക്ക് 100,000 പരാതികൾ പറയാനേ സമയമുള്ളൂ. നമുക്ക് ഒക്കെ അവിടെ അറിയില്ലേ, നമ്മൾ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? അതുകൊണ്ടാണ് കുചേലവൃത്ത സുദാമാവിൻ്റെ ചരിത്രത്തിൽ പറയും സർവഭൂത മനോഭിജ്ഞ എന്നാ പറയാ. സർവജീവജാലങ്ങളുടെ മനസ്സറിയുന്നവനാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ അവിടെ പോയിട്ട് വിളിച്ച് കരയേണ്ട ആവശ്യമില്ല. എന്താണോ വേണ്ടത് അത് ഭഗവാൻ തരും. എന്താണോ നല്ലത് അത് ഭഗവാൻ തരും. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടു നടക്കാൻ സാധിച്ച സുദാമാവിനെ പോലെ അദ്ദേഹം ചിന്തിച്ചതെന്താണ്? കൃഷ്ണനോട് ഞാനൊന്നും ചോദിച്ചില്ല, കൃഷ്ണൻ എനിക്കൊന്നും തന്നൂല്ല. ഞങ്ങളാണെങ്കിൽ ചിന്തിക്കുക എന്താ, ഞാൻ അവിടെ പോയിട്ട് ആ ലക്ഷ്മിയാത്രേ അവിടെ ഉള്ളത്, എന്നിട്ട് 1 രൂപ പോലും തന്നില്ല യാത്രക്കൂലി എന്ന് നമ്മൾ പറയും. എന്നാൽ സുദാമാവ് അങ്ങനെയല്ല പറഞ്ഞത്. കൃഷ്ണ, അങ്ങ് എത്ര കാരുണ്യമുള്ളവനാണ്. കാരണം ഞാൻ എൻ്റെ ഭക്തന് ധനം കൊടുത്താൽ അഹങ്കാരം വന്ന് എന്നെ മറന്നു പോവോ എന്നങ്ങ് ചിന്തിച്ചില്ലേ കൃഷ്ണ എന്നാ ചോദിച്ചത് മനസ്സുകൊണ്ട്.
അപ്പോൾ അഹങ്കാരം വരുമ്പോൾ ഈ ഭക്തൻ എന്നെ മറന്നാലോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കില്ലേ അവിടുന്ന് എനിക്കൊന്നും തരാതിരുന്നത്. എത്ര ഭംഗിയായിട്ടാണ് നോക്കൂ നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് ചിന്തയിലേക്ക് നയിക്കുക. നെഗറ്റീവാണ് നമ്മളെപ്പോഴും നിരാശയിലേക്ക് പോകുന്നുള്ളൂ. ചിന്തിച്ച് നിരാശയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ജീവിതം നിരാശപ്പെടേണ്ടതല്ല. നമ്മുടെ ജീവിതം ഉന്നതങ്ങളായ ചിന്തകളിലേക്ക് പോവേണ്ടതാണ്. നമ്മളൊക്കെ അമൃതത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഉന്നതങ്ങളായ ചിന്തകളിലേക്ക് പോവേണ്ട നമ്മുടെ മനസ്സിനെ നിരാശയിലെ പടുകുഴിയിലേക്ക് നമ്മൾ വീഴ്ത്തുന്നു. അങ്ങനെ പാടില്ല. ആ ജീവിക്കുന്ന സമയത്ത് എത്ര നന്മ ചെയ്യാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ, ഇത് മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പോൾ ആ ഭക്തിയുടെ വളർച്ചയോടുകൂടി ഭക്തിയെ നമുക്ക് വളർത്താൻ സാധിക്കുമ്പോഴാണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. ആ ഭക്തിയുടെ ഒരു വൃദ്ധിയാണ് ഇതുപോലുള്ള ഗ്രന്ഥശ്രവണത്തിലൂടെ നമുക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അപ്പോൾ എല്ലാവരെയും പ്രേമിക്കാൻ സാധിച്ചാൽ പിന്നെ നമുക്ക് ആരോട് ദേഷ്യമില്ല. കാരണം എല്ലാം എൻ്റേത്. ഏകാദശസ്കന്ധത്തിൽ ഭിക്ഷുഗീതയിൽ പറയും, എൻ്റെ പല്ലുകൊണ്ട് ഞാൻ നാവിനെ കടിച്ചാൽ ഞാൻ പല്ലിനെ ചീത്ത പറയാറുണ്ടോ? ഇല്ല. അല്ലേ? പായസം കുടിക്കുമ്പോൾ ആസ്വദിച്ച് കുടിക്കുന്ന സമയത്താണ് നാം പല്ലുകൊണ്ട് നാവിനെ കടിച്ചു, ആയ് എന്തൊരു വേദനയാ, പല്ലേ ഞാൻ നിനക്ക് ശിക്ഷ തരുന്നുണ്ട് നമ്മൾ പറയാറില്ല. കാരണം എന്താ? പല്ലും എൻ്റെ അവയവമാണ്, നാക്കും എൻ്റെ അവയവമാണ്. അതുപോലെ ഈ ലോകത്തെ എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിച്ചാൽ പിന്നെ നാം ആരെ വെറുക്കും? നമുക്ക് ആരോട് ദേഷ്യം തോന്നും? ആരോട് ദേഷ്യം തോന്നില്ല, ആരെയും വെറുക്കില്ല നമ്മൾ. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞു മാഡം, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനോ നാം വൃഥ. അതുകൊണ്ട് മുഹൂർത്തം ജലിതം ശ്രേയോ നതു ധൂമായിതം ചിരം എന്ന് പറഞ്ഞത് കുറച്ചു നേരം കത്തിജ്വലിക്കുക നമ്മൾ, അല്ലാതെ ചാരം മൂടിയ തീയാവരുത് നമ്മുടെ ജീവിതത്തിൽ. നമ്മളൊക്കെ ചാരം മൂടിയ തീയായിട്ട് എന്താ കാര്യം? ജ്വലിതം ശ്രേയ, ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം കത്തിപ്പടരുക ലോകം മുഴുവൻ. വിവേകാനന്ദ സ്വാമികളെ പോലെ കത്തിജ്വലിക്കുക നമ്മൾ ജീവിതത്തിൽ. നമ്മൾ ഓർക്കും ലോകം മുഴുവൻ. ആ രീതിയിലാവണം നമ്മുടെ ജീവിതം. അതിനാണ് പ്രഹ്ലാദൻ്റെ ഉപദേശം നേരത്തെ കേട്ടത്. ഭഗവാനെ സ്നേഹിക്കാൻ വലിയ പണിയൊന്നുമില്ല, പിന്നെ എന്തേ വേണ്ടത്? എല്ലാവരെയും സ്നേഹിക്കുക. ഭാഗവതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശമാണ് പ്രഹ്ലാദൻ തൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തത്. ഈ ലോകത്തെ സ്നേഹിക്കാൻ സാധിച്ചുവോ നിങ്ങൾക്ക്? ഭഗവാനെ സ്നേഹിക്കാൻ സാധിക്കണു. കാരണം ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ. ഈ തത്വം തന്നെയാണ് ശ്രീമദ് ഭാഗവതത്തിൽ 2-ാം സ്കന്ധത്തിൽ ആദ്യത്തെ 2-3 അധ്യായങ്ങളിലൂടെ വിശദമാക്കുന്നത്. നമ്മൾ ക്ഷേത്ര ദർശനം ചെയ്യുന്നത് എന്തിന്? നമ്മൾ അമ്പലത്തിൽ പോകുന്നു, തൊഴുന്നു, വരുന്നു. പക്ഷേ ആ അമ്പലത്തിലെ പ്രതിഷ്ഠയുടെ മഹത്വം എന്താണ്? എന്താണ് പ്രതിഷ്ഠ? അല്ലെങ്കിൽ ആ പ്രതിഷ്ഠയുടെ ചിന്ത എന്താണ്? ശ്രീമദ് ഭാഗവതം പറയുന്നു എല്ലാവരിലും ഈശ്വരനുണ്ടെന്ന് കാണണമെന്നും. പക്ഷേ നമ്മളൊക്കെ പാവങ്ങളല്ലേ, നമുക്കതൊക്കെ സാധിക്കുമെന്നാണെങ്കിൽ നമ്മൾ വീണ്ടും പറഞ്ഞു വെച്ചു, ഇവിടെ എന്തൊക്കെയാണോ ഏറ്റവും നല്ലതായിട്ടുള്ളത് അതൊക്കെ ഈശ്വരനായി കാണൂ എന്ന് വിഭൂതി യോഗം ഗീതയിലെ. ആ വിഭൂതി യോഗത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ വൃക്ഷങ്ങൾ വെച്ച് അശ്വത്ഥമാണ് ഞാൻ എന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. അക്ഷരാണാം അകാരോസ്മി എന്നൊക്കെ പറയുന്നുണ്ട്. അക്ഷരങ്ങൾ ചകാരമാണ്. അതിനെയൊക്കെ ഉപാസിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇനി അതും നമുക്ക് സാധ്യമല്ല, നമ്മളൊക്കെ സാധാരണക്കാരല്ലേ എന്നാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്ര സങ്കല്പങ്ങൾ. ഈ ക്ഷേത്രസങ്കല്പം എന്തിനാണ്? എന്താണ് ക്ഷേത്രം? ക്ഷതാത് ത്രായത ഇത് ക്ഷേത്രം. ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നതാണ്.
അപ്പോൾ ആ ക്ഷേത്രം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ അതേ രൂപമാണ് ഒരു ക്ഷേത്രത്തിന്. ക്ഷേത്രത്തിൻ്റെ ഗോപുരം കണ്ടാൽ അത് ഭഗവാന്റെ പാദമാണ് എന്നുറപ്പിക്കുക. ആ പാദത്തിൽ കൊണ്ടുപോയിട്ടാണ് ചെരുപ്പ് വെക്കുക പലരും. ഇല്ല, ഇവിടെ ചെരുപ്പ് വെക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വെക്കും. നമ്മുടെ ഗുണത ക്ഷേത്ര ഗോപുരത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ചെരുപ്പ് വെക്കും. ഭഗവാന്റെ പാദത്തിൽ കൊണ്ടുപോയി നമ്മുടെ ചെരുപ്പ് പോട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം, അതിലെ വിഗ്രഹം, ഈ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ കാണുമ്പോൾ ഒരു കല്ല് അല്ലെങ്കിൽ ഒരു മരം, അതിനൊരു രൂപം. പക്ഷേ ശ്രീമദ് ഭാഗവതം പഠിക്കുമ്പോഴാണ് ഒരു ക്ഷേത്ര സങ്കല്പത്തിൻ്റെ മഹത്വം മനസ്സിലാവുന്നത്. ശ്രീമദ് ഭാഗവതം 2-ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞു തരും ഭഗവാന്റെ പാദം മുതലുള്ള വർണ്ണന. പാതാളമേതസ്യ ഹി പാദമൂലം എന്നങ്ങ് പറഞ്ഞു തരാൻ തുടങ്ങും. അതായത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ കഴിയണ സമയത്ത് ആചാര്യൻ, അല്ലെങ്കിൽ നമ്മൾ തന്ത്രി എന്ന് പറയും, ഈ ആചാര്യൻ വിഗ്രഹം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിൽ ചില ന്യാസക്രിയകൾ ചെയ്യും. എന്താ ന്യാസക്രിയ എന്ന് വിചാരിച്ചാൽ ഭഗവാന്റെ ശീർഷം മുതൽ പാദം വരെ എല്ലാ ലോകങ്ങളും അതിൽ ഇദ്ദേഹം ന്യസിക്കുന്നുണ്ട്. ഭൂർഭുവസ്സുവ എന്ന ലോകങ്ങൾ, അതലം വിതലം സുതലം തലാതലം തുടങ്ങിയ ലോകങ്ങളൊക്കെ വിധിക്കുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഇങ്ങനെ എല്ലാ ലോകങ്ങളും ഈ വിഗ്രഹത്തിൽ അദ്ദേഹം ന്യസിച്ചു വെക്കുന്നുണ്ട്. അവസാനം അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യാസമുണ്ട് അവിടെ, സ്ഥിതിന്യാസം എന്ന് പറയും അതിന്. അതിൽ പരാപശ്യന്തി മധ്യമ വൈഖരി രൂപത്തിലുള്ള 4 വാക്കിൻ്റെ അവസ്ഥയെയും ആചാര്യ തന്ത്രി ന്യസിക്കേണ്ട. അതായത് പരാരൂപം. എന്താ പരാരൂപം എന്ന് എല്ലാവർക്കും അറിയാം, കാരണം ലളിതാ സഹസ്രനാമം കേട്ടവരാണ് ഇവിടെ പലരും. പരാപ്രത്യക്ഷിതീരൂപ പശ്യന്തി പരദേവത മധ്യമ വൈഖരീരൂപ ഭക്തമാനസഹംസിക. അപ്പോൾ പരാരൂപത്തിലുള്ള ആ ചൈതന്യം ഓംകാരം, ആ ഓംകാരത്തെയാണ് തന്ത്രി അവിടെ ന്യസിച്ചു വെക്കുന്നത്. അപ്പോൾ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് പറയുന്നത് ഈ ലോകങ്ങൾ മുഴുവൻ അവിടെയുണ്ട്, പ്രണവസ്വരൂപമാണത്. അപ്പോൾ ആ പ്രണവത്തെയാണ് നാം തൊഴുന്നത്. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ വയ്യാസക്കി എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുക. അദ്ദേഹം കിളിമാനൂർ കൊട്ടാരത്തിലെ തമ്പുരാനാണ്. എന്നെ തന്ത്രം കുറച്ച് പഠിപ്പിച്ചത് അദ്ദേഹം ഓർമ്മിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ വർഷങ്ങൾ മുമ്പ് പോയപ്പോൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, അമ്പലത്തിൽ ആരെയാ തൊഴുക? ആദ്യത്തെ ചോദ്യമാണ് ഞാൻ പഠിക്കാൻ പോയ സമയത്ത്. അപ്പം ഞാൻ പറഞ്ഞു, ശിവനാണെങ്കിൽ ശിവൻ, വിഷ്ണു ആണെങ്കിൽ വിഷ്ണു. അല്ല, ഓംകാരമാണത്. കാരണം പ്രണവത്തിലാണ് ആ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. അതായത് പരാരൂപത്തിലുള്ള ചൈതന്യത്തിലാണ് ആ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പൂജ നോക്കിയാൽ കാണാം, ഈ പൂജാസമയത്ത് തന്ത്രി തൻ്റെ കയ്യിൽ പുഷ്പങ്ങളെടുത്ത് ഈ മൂലാധാരത്തിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കറക്കുന്നതൊക്കെ കാണാം നിങ്ങൾക്ക്. ഇപ്പോൾ വിചാരിക്കും എന്ത് കാണിക്കണ ഇയാളെന്ന് വിചാരിക്കും നമ്മൾ. ഒന്നുമില്ല, തൻ്റെ മൂലാധാരത്തിലുള്ള പ്രണവത്തെ ആവാഹിച്ച് കൊണ്ടുവന്ന് തൻ്റെ മൂക്കിലൂടെ ആവാഹിച്ച് ദീപത്തിലേക്ക് സമർപ്പിച്ചിട്ടാണ്. ആ സമർപ്പിക്കുമ്പോൾ ഹൃദയാകാശത്തിൽ വെച്ചിട്ടാണ് ദേവിയാണോ അയ്യപ്പനാണോ ഗണപതിയാണോ എന്ന് സങ്കല്പിക്കുന്നത്. അതുവരെ ആ പ്രണവസ്വരൂപമാണത്. അപ്പോൾ ആ പ്രണവത്തെയാണ് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത്, ആ പ്രണവത്തെയാണ് ഉപാസന ചെയ്യുന്നത്. അതുകൊണ്ട് ക്ഷേത്ര ഉപാസന എന്ന് പറയുന്നത് പ്രണവോപാസനയാണ്. അത് ശിവക്ഷേത്രത്തിൽ വ്യത്യാസമുണ്ട്. അതും ഭാഗവതം പറഞ്ഞു തരും നമുക്ക്. ശ്രീമദ് ഭാഗവതത്തിൽ വിഷ്ണു ക്ഷേത്രത്തിലെ ഉപാസനയെയും കാട്ടിത്തരുന്നുണ്ട്, ശിവക്ഷേത്ര ഉപാസനയും കാട്ടിത്തരുന്നുണ്ട്. പക്ഷേ അത് മനസ്സിലാവണില്ല, നമുക്ക് ഉള്ളിലാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ശിവക്ഷേത്രത്തിൽ അതിന് രൂപമില്ല. അതുകൊണ്ട് ഭൂർലോകാത്മനേ നമ, ഭുവർലോകാത്മനേ മം സ്വർലോകാത്മനേ നമ. തീർന്നു. ഓം എന്നൊരൊറ്റ ന്യാസം. ഇതാണ്
ശിവക്ഷേത്രത്തിൽ. അപ്പോൾ നാം അമ്പലങ്ങളിൽ പോകുമ്പോൾ ആലോചിക്കുക, തൊഴുന്നത് ഈ ലോകത്തെയാണ്, ഈ ലോകത്തെയാണ് നമസ്കരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ആധാരമായിരിക്കുന്ന ആ ബ്രഹ്മചൈതന്യം, ഓംകാരം, പ്രണവത്തെയാണ് ഉപാസിക്കുന്നത്. അതുകൊണ്ടാണ് ഏകാദശ സ്കന്ധത്തിൽ എന്ത് പറഞ്ഞത്? ഓംകാരാർ വ്യഞ്ജിത സ്പർശ സ്വരോഷ്മാന്തസ്ഥ ഭൂഷിത. ഓംകാരത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. സ്പർശാക്ഷരങ്ങൾ, അതായത് കാഖ ഗ ഘ തുടങ്ങിയ അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, ഊഷ്മാക്കൾ, അന്തസ്ഥങ്ങളൊക്കെ ഉണ്ടായത് ഓംകാരത്തിൽ നിന്നാണ്. ആ വർണ്ണങ്ങൾ ചേർന്ന് പദമാകുന്നു, പദങ്ങൾ ചേർന്ന് വാക്യമാകുന്നു, വാക്യങ്ങളാണ് പിന്നീട് കഥകളായിട്ട് മാറുന്നത്, നോവലായിട്ട് മാറുന്നത്, കാവ്യമായിട്ട് മാറുന്നത്, കവിതയായിട്ട് മാറുന്നത്. തിരിച്ചു വരൂ, കവിതയുടെയൊക്കെ ബേസ് വാക്യം, വാക്യത്തിൻ്റെ ആധാരം പദം, പദങ്ങളുടെ ആധാരം വർണ്ണം, വർണ്ണത്തിൻ്റെ ആധാരം ഓംകാരം. സർവതും അതാണ് ഓമിതീതം സർവം ഉപനിഷത്ത്. ഓമിത്യേകാക്ഷരം ബ്രഹ്മ. ആ ഓം എന്നതിൻ്റെ മഹത്വം. അതുകൊണ്ടാണ് തസ്യ വാചക പ്രണവഃ എന്ന് പറഞ്ഞു വെച്ചത് ഉപനിഷത്തുക്കൾ, യോഗശാസ്ത്രത്തിൽ. അതുകൊണ്ട് ക്ഷേത്ര ആരാധനയെ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലൂടെ കാണാൻ സാധിക്കും. ഏകാദശസ്കന്ധത്തിൽ ഒരു ക്ഷേത്രത്തിൽ പോയാൽ എന്തു വേണമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. പ്രദക്ഷിണം വെക്കേണ്ട രീതി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ പോയാൽ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ നമ്മുടെ ശിരസ്സങ്ങനെ ചേർക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് കാലമാകുന്ന സർപ്പം പിടിച്ച് നമ്മളെയൊക്കെ രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ഗുരുവായൂരപ്പനോട്. അല്ലെങ്കിൽ ക്ഷേത്ര പ്രതിഷ്ഠയിൽ തൊഴുന്ന സമയത്ത് ഈ കാലമാകുന്ന പാമ്പിൽ നിന്ന് രക്ഷിക്കണേ ഭഗവാനെ, ഇത് നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇങ്ങനെ ക്ഷേത്ര ചൈതന്യത്തെക്കുറിച്ച് ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നു. 2-ാം സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായം, 2-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായം, 5-6 അധ്യായങ്ങൾ ഒന്ന് മുഴുവനായിട്ടും പഠിക്കണം. നമ്മൾ പഠിച്ചാൽ പുരുഷ സൂക്തത്തിൻ്റെ വ്യാഖ്യാനമാണത്. സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠദശങ്കുലം എന്ന് പറയുന്ന പുരുഷ സൂക്തത്തിൻ്റെ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതത്തിൽ 2യ സ്കന്ധത്തിൽ 5-6 അധ്യായം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചതുശ്ലോകി ഭാഗവതം. 4 ശ്ലോകങ്ങളേ ഉള്ളൂ 2യ സ്കന്ധത്തിൽ. നാസദീയ സൂക്തം എന്ന് പറയുന്ന ഋഗ്വേദത്തിലെ നാസദീയ സൂക്തത്തിൻ്റെ വ്യാഖ്യാനമാണ് ഈ ചതുശ്ലോകി ഭാഗവതം. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ദശമസ്കന്ധത്തിൽ ഭഗവാന്റെ ബ്രഹ്മമോഹനം എന്ന് പറയുന്ന ഭാഗത്ത് നോക്കിയാൽ നാരായണ സൂക്തമാണത്. നാരായണ പരം ബ്രഹ്മതത്വം നാരായണഃ പരഃ നാരായണ പരോ ജ്യോതിരാത്മാ നാരായണഃ പരഃ യച്ച കിഞ്ചിത് ജഗത്യസ്മിൻ ദൃശ്യതേ ശ്രൂയതേ വിവ അന്തർബഹിശ്ച തത്സർവം വ്യാപ്യ നാരായണസ്ഥിതഃ. നമ്മുടെ ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യസ്വരൂപനായിരിക്കുന്ന നാരായണനെയാണ് നമുക്ക് ദശമസ്കന്ധത്തിൽ കാട്ടിത്തരുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ശ്രീമദ് ഭാഗവതം വേദവ്യാഖ്യാനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് അടക്കേണ്ടതെന്ന് കപില മഹർഷി നമുക്ക് പറഞ്ഞു തരുന്നു. അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ ഈശ്വരൻ്റെ പാദാരവിന്ദങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് മുക്തി ഉണ്ടാവുന്നുള്ളൂ. എന്താണ് മോക്ഷം എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും മരിച്ചതിന് ശേഷം കിട്ടുന്ന എന്തോ ആണെന്ന് പറയും. ആണോ? അല്ല. ഈ ലോകത്ത് മോക്ഷം നേടാൻ നമുക്ക് ജീവൻ മുക്താവസ്ഥ എന്ന് അതിന് പറയാം. ഹിമാലയത്തിൽ എത്രയെത്രയോ ഋഷീശ്വരന്മാർ ഇന്നും ആ ഒരു ജീവൻ മുക്താവസ്ഥയിൽ ഇരിക്കുന്ന കാണാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഹിമാലയത്തിൽ സരസ്വതി നദീതീര സരസ്വതി ഉദ്ഭവസ്ഥാനമുണ്ട്. ബദരിനാഥിന് അപ്പുറത്ത് മാന. അവിടെ 1995 ആദ്യമായിട്ട് ഹിമാലയ ബദരിനാഥിൽ പോയപ്പോൾ ഋഷീശ്വരനെ കാണേണ്ടതുണ്ട് ഗുഹയിൽ. അദ്ദേഹം ഈ 2024 അതേപോലെ ഒരു മാറ്റവും ഇല്ല. ഇന്നും ആ ഋഷീശ്വരനെ അവിടെ കാണാം. യുവാവ്, അത്ഭുതം തോന്നുന്നു നമുക്ക്. ആ മഞ്ഞങ്ങനെ വീഴുന്ന സമയത്തും ശരീരത്തിൽ മറ്റ് വസ്ത്രങ്ങളൊന്നുമില്ല.
നമ്മൾ എന്തൊക്കെ ധരിക്കണോ, സ്വെറ്റർ, അതിൻ്റെ മുകളിൽ ഷോള്, മങ്കി ക്യാപ്പ്, ഷൂ, കയ്യൊറ, ഇതുണ്ടായിട്ട് മൂക്കുന്ന ചോര വരുന്നു. ആ സമയത്താണ് ഋഷീശ്വരന്മാർ തപസ്സനുഷ്ഠിക്കുന്നത്. അവിടെ എല്ലാം വെടിഞ്ഞുകൊണ്ട്. അപ്പോൾ ഈയൊരു സംഘമില്ലായ്മ, ഈ സംഘമില്ലായ്മ ശ്രീമദ് ഭാഗവതം നമുക്ക് കാണിച്ചു തരണോ? അതാണ് കാവ്യത്തിൽ പറഞ്ഞു തരുന്ന അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശം മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതാണ്. എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. നാം ആരെയൊക്കെ ആദരിക്കണം. നമ്മുടെ മുമ്പിൽ വരുന്ന അതിഥിയെ പോലും ആദരിക്കുന്ന സംസ്കാരമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇന്ന് ഗസ്റ്റിനെ ഗോസ്റ്റായി കാണുന്നൊരവസ്ഥയാണ് നമുക്ക്. സീരിയൽ സമയത്ത് വന്ന തീർന്നു. ഇതാണ് നമ്മുടെ അവസ്ഥയെന്ന്. അപ്പോൾ ആ അതിഥിയെ ദേവനായി കാണാനുള്ളൊരു അവസ്ഥ പോയി. അതുകൊണ്ടാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ സതീദേവിക്ക് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞു കൊടുക്കുന്നു, അതിഥിയെ പൂജിക്കാത്തവരുടെ വീട് എങ്ങനെയുണ്ടാവും. അതുപോലെ അതിഥി ദേവിക്ക് കശ്യപ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു, അതിഥികളെ പൂജിക്കാത്തവരുടെ വീട് പേരുമാറ്റ കുറുനരിയുടെ വീട് എന്നാണ് ഭാഗവതം പറയാം. നമ്മുടെ വീടിൻ്റെ പേര് വൃന്ദാവനം, വൈകുണ്ഠം, സ്വർഗം എന്നൊക്കെയാണ്. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് തരാൻ സാധ്യതയില്ല അവിടെയെങ്കിൽ ആ വീടിൻ്റെ പേര് മാറ്റുക, വൃന്ദാവനം എന്ന് മാറ്റിയിട്ട് കുറുനരിയുടെ വീട്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഭാഗവതം. ഭേരുരാജഗൃഹോപമാ ഭാഗവതത്തിൽ പറയും. അപ്പോൾ ഈ ഒരു സംസ്കാരം നമ്മളിൽ നിന്നും അകന്നു പോയി തുടങ്ങിയിരിക്കുന്നു. ആ ഒരു സംസ്കാരത്തെ തിരിച്ചു നേടാൻ ഒരച്ഛൻ എങ്ങനെയായിരിക്കണം, ഒരമ്മ എങ്ങനെയായിരിക്കണം എന്ന് ശ്രീമദ് ഭാഗവതം പറഞ്ഞു തരുന്നു. തൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ഈശ്വരൻ്റെ നേരെ അയക്കുന്നതാണ് അമ്മ അല്ലെങ്കിൽ അച്ഛൻ. സന്ധ്യയ്ക്ക് നാമം ചൊല്ലാൻ പ്രേരിപ്പിക്കുക തൻ്റെ കുട്ടിയെ. ഈശ്വര കഥകളെ പറഞ്ഞു കൊടുക്കുക തൻ്റെ കുട്ടിക്ക്. നേരത്തെ സാറതൊക്കെ പറഞ്ഞു വെച്ചു. അപ്പോൾ നമ്മുടെ കുട്ടികളിൽ ആ ഈശ്വരൻ്റെ നാമം, ഈശ്വരൻ്റെ കഥകളിലൂടെ അവർക്കൊരു വിഷമം വരുമ്പോൾ അവർക്ക് തോന്നും, എന്നെ കൈപിടിക്കാൻ ഒരാളുണ്ട് ഈ ലോകത്ത്, ഭഗവാനുണ്ട്, അവർ തളരില്ല. ഇല്ലെങ്കിലോ അവസാനം അവർ ആത്മഹത്യ പോലുള്ളവർക്ക് ചെയ്യണില്ലേ? ദുന്ധുളിയുടെ അവസ്ഥ എന്തായിരുന്നു നോക്കൂ. ആ ദുന്ധുളി ലോകവാർത്താരതാന്ന ഭാഗവത മഹാത്മ്യത്തിൽ പറഞ്ഞത്. സന്ധ്യയ്ക്ക് നാമം ചൊല്ലാൻ സമയമില്ല, അതിന് പകരം ലോകവാർത്ത പറയല. വടക്കുറത്തിരുന്നിട്ടേ നാട്ടുകാരോട് ലോകത്തുള്ള കാര്യങ്ങൾ, വാർത്തകൾ വായിക്കുന്നത് ദുന്ധുളി തുടങ്ങും സന്ധ്യയ്ക്ക്. അവസാനം ആത്മഹത്യ ചെയ്തു, താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ദുഃഖം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ദുഃഖം വരുന്ന സമയത്ത് ആശ്രയമായിട്ട് ആരുണ്ട് ചോദിച്ചാൽ, എൻ്റെ ഗുരുവായൂരപ്പനുണ്ട് എൻ്റെ കൂടെ, എൻ്റെ ഭഗവാനുണ്ട് എൻ്റെ കൂടെ എന്ന് ആ ഒരു ശക്തി അവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംശയം വേണ്ട, ഒരിക്കലും തെറ്റായ മാർഗത്തിൽ പോവില്ല, ഒരിക്കലും തെറ്റായ വഴിയെ പോവില്ല. നാമം ചൊല്ലാൻ പറയൂ കുട്ടികളോട്. നമ്മുടെ കുട്ടികൾക്കൊന്നും ഇതൊന്നും വേണ്ട. ഇപ്പോഴ് നമ്മൾ തന്നെ സന്ധ്യയ്ക്ക് ഇപ്പം ജപം എത്ര പേരുണ്ടെന്ന് ദൈവത്തിനെ അറിയല്ലോ അല്ലേ? ബാക്കി എല്ലാത്തിനും സമയമുണ്ട് നമുക്കില്ലേ? തക്കാളി തിന്നാൻ, ചിഗുരം മിനുക്കാൻ, കച്ചേരി കേൾക്കാൻ, സിനിമയ്ക്ക് പോകാൻ ഒക്കേക്കുമായി സമയം ലഭിക്കും. കൃഷ്ണാർച്ചനക്കൊട്ടൊരു നേരമില്ല. ബാക്കി എല്ലാത്തിനും സമയമുണ്ട് നമുക്ക്. എന്നാൽ ഗുരുവായൂരപ്പൻ്റെ നാമം, ഭഗവാന്റെ നാമം അല്ലെങ്കിൽ ദേവിയുടെ നാമം ഒന്ന് ചൊല്ലാൻ സമയമില്ല കേട്ടോ. തിരക്കാ ജീവിതത്തിൽ. പിന്നെന്താ വേണ്ടത്? എത്ര കാലം സാധിക്കും എന്ന് ചോദിച്ചാൽ 60 വയസ്സിന് ശേഷമാവാം എന്ന് വിചാരിച്ചാൽ 60 വയസ്സ് വരെ ഉണ്ടാവും നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. അത് ശേഷമാവാം, അതുവരെ നമുക്ക് എങ്ങനെയും ജീവിക്കാം. അതുകൊണ്ട് നാവേ നിനക്കു വലിയൊരുപദേശമുണ്ടേ, നാവാലുരപ്പതിനു ഞാൻ തുനിയുന്നു കേൾനീ. നാരായണൻ്റെ തിരുനാമമുറക്കയാമ്പോൾ നാണിച്ചു പോകരുത്. നാവിനോട് പറയാ, നാവേ
നാരായണ നാമം ചൊല്ലുമ്പോൾ നാണിച്ചു പോകരുത് എന്ന് പറയുക. അതാണ് ജീവിതത്തിൽ വേണ്ടത്. അല്ലാതെ നമുക്ക് എന്താ ജീവിതത്തിലുള്ളത്? അപ്പോൾ സകല സൗഭാഗ്യങ്ങളുണ്ടായാൽ എന്തിൻ്റെ ഒരു കുറവ്? നേരത്തെ ഇവിടെ ഹരി പറയുണ്ടായി, 99 ഉണ്ടായിട്ടും എന്തോ ഒന്ന് കുറവ്. ആ കുറവ് ഇല്ലെങ്കിൽ 2 കുറവ് യശോദാമ്മയ്ക്ക് കാട്ടിക്കൊടുത്തത് ഭഗവാൻ. 2 അങ്കുലം കയറേ കെട്ടാൻ പറ്റിയില്ല. ഒന്ന് ഭഗവാനെ കിട്ടണമെന്നൊരാഗ്രഹം വരിക, ഒന്ന് ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവുക. അപ്പോൾ അതാണ് ആ ഗോപികമാർക്കുണ്ടായ അനുഭവം. നാരദഭക്തസൂത്രത്തിൽ ഉദാഹരണം പറയും, യഥാ ഗോപികാനാം എന്ന ഉദാഹരണം പറയാം. ഗോപികമാരുടെ അവസ്ഥ. ഇന്നും വൃന്ദാവനത്തിൽ പോയാൽ ഗുരുവായൂരപ്പന് ശ്രീകൃഷ്ണ മഹാപ്രഭുവിനെ കാത്തിരിക്കുന്ന ഗോപികമാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും വൃന്ദാവനത്തിലൂടെ ഓരോരോ മണൽത്തരിയിലൂടെയും നടക്കുമ്പോൾ രാധേ 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 കൃഷ്ണ രാധേശ്യാം 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 രാധേശ്യാം, ഒരൊന്നുമില്ല അവിടെ. അതാണ് കാത്തിരിക്കുകയാണ് ഭഗവാനെ അവർ. നേരത്തെ വൃത്രാസുരൻ്റെ ആ പ്രാർത്ഥനയിൽ ആചാര്യൻ പറഞ്ഞു, അജാതപക്ഷ ഇവ മാതരം ഖഗാൻ. ഒരു പക്ഷി കുഞ്ഞുങ്ങളെപ്പോലെ അമ്മപ്പക്ഷി വരുന്നത് കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കുകയാണ് നമ്മൾ ഗുരുവായൂരപ്പൻ. എപ്പോഴാ വരും ഗുരുവായൂരപ്പൻ? വരാനൊന്നുമില്ല, നമ്മുടെ ഉള്ളിലുണ്ട് ആൾ. പക്ഷേ ആ ചൈതന്യത്തെ കാണാൻ നമുക്ക് സാധിക്കണില്ല. അത് നമുക്ക് നാളെ വിസ്തരിച്ച് പ്രഹ്ലാദസ്തുതി മുഴുവനായിട്ടും നാളെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കുറച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പ്രഹ്ലാദം മുഴുവനായും നാളെ ചിന്തിക്കുന്ന സമയത്ത് ഈ ഭാഗം ചിന്തിക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിലൂടെ നമുക്ക് എന്താണ് തരുന്നത്? എന്താ നമുക്ക് ഭാഗവതം തരുന്ന നന്മ? നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഭക്തി, സാഹോദര്യം, ഇത് രണ്ടും, ഭക്തിയും സാഹോദര്യവും. അവസാനം നമ്മൾ എത്തേണ്ടത് എന്താണ്? മോക്ഷം. അപ്പോൾ ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഗുരുനാഥൻ പറയും, സർവ ദുഃഖ നിവൃത്തി, എല്ലാ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം. അത് ഈ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സാധിക്കുമോ? സാധിക്കും. ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നുള്ള മുക്തി ഉണ്ടാവുക. തട്ടയൂർ തിരുമേനി പറഞ്ഞതുപോലെ കൊട്ടത്തേങ്ങയാവുക, പച്ചത്തേങ്ങയാവരുത് എന്ന് അദ്ദേഹം പറയാം. എന്താ കൊട്ടത്തേങ്ങയും പച്ചത്തേങ്ങയും നമ്മളെ വ്യത്യാസം നമുക്കറിയാം. പച്ചത്തേങ്ങ അതിൻ്റെ ഉള്ളിലെ ആ വെളുത്ത ഭാഗം ചിരട്ടയുടെ ഒട്ടി നിൽക്കും. എന്നാൽ കൊട്ടത്തേങ്ങയോ അതിൻ്റെ ഉള്ളിലിങ്ങനെ ഓടിക്കളിക്കും. അതുപോലെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ഈ കാണുന്ന വിഷയങ്ങളിലൊന്നും ബന്ധപ്പെടാതെ അങ്ങനെ ഇരിക്കുക. ഈ ബന്ധങ്ങളാണല്ലോ നമ്മുടെ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതൊക്കെ നമുക്ക് നാളെ വീണ്ടും വരുമ്പോൾ ചിന്തിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ വിഷയസുഖങ്ങളിൽ ഓടാതെ കുറേയൊക്കെ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് നിരാശയിൽ നിന്നും ഒഴിവാവാം, ദുഃഖത്തിൽ നിന്നും ഒഴിവാവാം. അപ്പോൾ ഇതൊക്കെയാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത്. ഒന്നും ആയിട്ടില്ല. ഇതൊക്കെയാണ് ഭാഗവതത്തിൻ്റെ പ്രകാശം. അതാണ് ശ്രീകൃഷ്ണ സ്വരൂപമാണെന്ന് പറഞ്ഞു വെച്ചത്. നമുക്ക് ഉപദേശം തരികയാണ് ഭഗവാൻ. ഇതാ ഇന്നതൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തൊക്കെ വേണം എന്ന് നമുക്ക് കാണിച്ചു തരാൻ ഓരോ അധ്യായങ്ങളിലൂടെ നീങ്ങുമ്പോഴും കാണാം. അതുകൊണ്ട് എന്ത് വേണം എന്ന് ചോദിച്ചാൽ തപസ്സാണ് വേണ്ടതെന്നാണ് പറയാം. തപസ്സെന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്ക് മനസ്സുറപ്പിക്കുക. നമ്മൾ ഇന്നത്തെ കാലത്ത് വീട്ടിലായാലും ഭഗവാനിൽ ഉറച്ച് ജീവിക്കുക. ബാക്കി ഗൃഹസ്ഥാശ്രമധർമ്മം നാളെയുണ്ട്. ഒരു ഗൃഹസ്ഥൻ എങ്ങനെ ജീവിക്കണം, അപ്പോൾ നമുക്ക് ബാക്കി ചിന്തിക്കാം. എല്ലാം കൂടി ഇന്ന് പറയണ്ടല്ലോ. അപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചാലും ജീവിക്കാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ജീവിച്ചാൽ നല്ല ഒരു കുടുംബ ജീവിതം നമുക്കുണ്ടാകണം. അപ്പോൾ ഈ രീതിയിൽ ശ്രീമദ് ഭാഗവതത്തെ ഒന്ന് മനസ്സിലാക്കുക, ഭക്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കുക.
ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടിയ ഭക്തിയെ മനസ്സിലാക്കുക എന്നാണ് പറയേണ്ടത്. ഭഗവാൻ മാത്രമാണ് സത്യം എന്ന ജ്ഞാനം നമുക്കുണ്ടാവണം. ബാക്കിയൊക്കെ ഒരിക്കൽ നശിക്കുന്നതാണ്. ഗുരുവായൂരപ്പൻ മാത്രമേ സത്യമായിട്ടുള്ളൂ ഈ ലോകത്ത്. നാം ഇന്ന് കാണുന്നത് ഓരോന്നും നമ്മുടെ മുമ്പിൽ വെച്ച് നശിക്കുന്നുണ്ട്. പക്ഷെ നാം കണ്ടിട്ടും കാണാത്ത പോലെ പോവുകയാണ്. എനിക്ക് വേണ്ടതെന്ന് തോന്നുന്നത് നശിക്കുന്നു നമ്മുടെ മുമ്പിൽ വെച്ച്. പക്ഷേ അപ്പോഴും 2 ദിവസമൊക്കെ വിഷമമുണ്ടാവുമായിരിക്കും, അങ്ങോട്ട് വിടും. അപ്പോൾ ഈ നാശത്തെ കണ്ടിട്ടും എന്തുകൊണ്ട് നമുക്ക് നശിക്കാത്ത ഒന്നുണ്ടോ ഈ ലോകത്തിന് ചിന്തിക്കാൻ സാധിക്കണില്ല. ആ ചിന്തയാണ് വേണ്ടത്. അതാണ് ഭാഗവതം 1-ാമത്തെ ശ്ലോകം. ജന്മാദ്യസ്യ യതഃ, ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചമുണ്ടായത്, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, ഏതിലാണോ ലയിക്കുന്നത്, ആ പരമമായിരിക്കുന്ന സത്യം, അത് സത്യമാണ്. 3 കാലത്തും നശിക്കാതെ സ്ഥിതി ചെയ്യുന്ന ആ സത്യസ്വരൂപൻ, അത് മാത്രമാണ് അവസാനമുണ്ടാവുന്നത്. നാളെ വിസ്തരിച്ച് വീണ്ടും പ്രഹ്ലാദം പറഞ്ഞു തരുമ്പോൾ നമുക്ക് നോക്കാം. അത് ഇങ്ങനെ ഓരോന്നും നാളത്തേക്കുള്ള ചില പോയിന്റും കൂടി ഇട്ടിട്ട് നിർത്താമെന്ന് വിചാരിക്കണം. അപ്പോൾ ആ 3 ലോകത്തും അല്ലെങ്കിൽ 14 ലോകത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം, ആ ചൈതന്യത്തെ കാണാനുള്ള അല്ലെങ്കിൽ അതിനെ നമുക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക, ആനന്ദമാണത്. ഞാൻ വേദിയിലിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്വയം അനുഭവിക്കുക. അല്ലേ, തേനിൻ്റെ മധുരം ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പുളി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ, അടുക്കളയിലെ പുളി, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വിശദീകരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഓരോ ആളുടെ മുമ്പിൽ അതിങ്ങനെ കാണിച്ചിട്ട് ഒന്ന് നാവിലങ്ങോട്ട് വെച്ച് തന്നാൽ പിന്നെ പറയണോ, കപ്പലോടിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവും സ്ഥലം, വെള്ളം. ആ സ്വയം അനുഭവിക്കുമ്പോൾ മാത്രമേ അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതുപോലെ ഗുരുവായൂരപ്പനെ അനുഭവിക്കുക. സ്വയം ജീവിതത്തിൽ ആ ആനന്ദം ഒന്നും അറിയാതെ ഇരിക്കുന്നൊരവസ്ഥയുണ്ട്, അംബരീഷൻ്റെ അവസ്ഥ. എല്ലാം മറന്നുകൊണ്ട് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും നമ്മൾ. എത്ര സമയം പോയി എന്ന് നമുക്കറിയില്ല. ശിവരാജ വിജയം എന്ന് പറഞ്ഞൊരു സംസ്കൃത ഗ്രന്ഥമുണ്ട്. ഈ ശിവരാജ വിജയത്തിൽ ഒരു മഹർഷീശ്വരൻ തപസ്സനുഷ്ഠിക്കുന്നൊരു കഥയുണ്ട്. ആ സമയത്ത് ഒരു ദിവസം അദ്ദേഹം കണ്ണ് തുറന്നിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, ഈ അക്രമങ്ങളെക്കുറിച്ചും അനീതികളെക്കുറിച്ചൊക്കെ പറയുന്ന ആ ഒരു ഭാഗം. എന്നാണ് എത്രയോ യുഗങ്ങളായിട്ട് അദ്ദേഹം ആ തപസ്സിൽ അങ്ങനെ ഇരുന്നു എന്നാണ്. ശിവരാജ വിജയം എന്നാണ് സംസ്കൃത ഒരു നോവലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു രീതിയിലേക്ക് നമുക്കും ഗുരുവായൂരപ്പൻ്റെ കഥ കേൾക്കുമ്പോൾ കണ്ണ് നിറയാനും മനസ്സിൽ ആനന്ദമുണ്ടാവാനും കുറച്ചു നേരം ആ ആനന്ദത്തിൽ മതിമറന്നിരിക്കാനും ഇതുപോലുള്ള ഗ്രന്ഥത്തിലൂടെ, ഗ്രന്ഥശ്രവണത്തിലൂടെ സാധിക്കും. അതാണ് ഭാഗവതം. അതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രകാശം, വഴികാട്ടി. അതുകൊണ്ട് തന്നെയാണ് ഭാഗവതത്തിന് ഇത്ര പ്രചാരവും. മറ്റെത്ര പുരാണങ്ങളുണ്ട് നമുക്ക്, അതിൽ ഭാഗവത പുരാണത്തിൻ്റെ പ്രാധാന്യം അത് എന്തെന്ന് മനസ്സിലാക്കി ഇതിൻ്റെ ഉപദേശങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും നമ്മുടെ ജീവിതം നന്മയുള്ള ഒരു ജീവിതം, ദധീചി മഹർഷി പറഞ്ഞതുപോലെ പരോപകാരം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനുള്ള ഒരു ജീവിതമായിട്ട് ഈ ശരീരമാകുന്ന ഉപകരണം മാറുക. എന്നാൽ നമുക്ക് ജീവിതത്തിൽ ആ ജീവിതത്തിൻ്റെ സാർത്ഥക്യം ഉണ്ടാവും. ഇതാണ് ഈ ചെറിയൊരു സമയം കൊണ്ട് എനിക്ക് തന്ന സമയം ആയി. എന്തായാലും ഈ സത്സംഗം, നേരത്തെ പറഞ്ഞതുപോലെ സത്സംഗ ശേവധർ നൃണാം എന്ന് പറഞ്ഞതുപോലെ വീണ് കിട്ടിയ ഭാഗ്യം. ചില ചിന്തകൾ പറഞ്ഞ് ഉപസംഹരിക്കണോ. നാളെ രാവിലെ
വീണ്ടും പ്രഹ്ലാദസ്തുതി പറയാനുള്ള ഭാഗ്യമുണ്ട്. ആ സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം. സർവ്വതും എൻ്റെ ഗുരുനാഥൻ്റെ പാദങ്ങളിൽ, എൻ്റെ അച്ഛനമ്മമാരുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ സജ്ജനങ്ങളെയും നമസ്കരിച്ച് അഹോഭാഗ്യം അഹോഭാഗ്യം എന്ന് ചിന്തിച്ച് ഉപസംഹരിക്കണു, സമർപ്പിക്കണു. ഹരി ഓം. നമസ്കാരം.